അല്ല ഇവിടെങ്ങാണ്ടാരാണ്ട് ഫിഷ് മോളി വെച്ചെന്നോ അത് കൊള്ളാമെന്നോ എന്നൊക്കെ പത്രത്തിൽ വായിച്ചു കേട്ടു. സ്വല്പം ഞാൻ നോക്കട്ടെ കൊള്ളാമെന്ന്. ഫസ്റ്റ് ക്ലാസ്. കുഞ്ഞേ, ആ വഴുക്കത്തല വന്നിരിപ്പുണ്ട്. ഒന്ന് അങ്ങോട്ട് പോയി സംസാരിച്ച്. ആ എങ്ങനെ പറഞ്ഞിരിക്കുന്നോണ്ടാ? അയാളല്ലേ ഇന്നലെ സാറിനെ വിളിച്ചോണ്ട് പോയി കഞ്ഞി കൊടുത്തത്? ചെന്ന് പറഞ്ഞ് മേലാൽ ഇത് ചെയ്യരുതെന്ന്. ഗോപിപ്പിള്ള എന്ത് പണിയാ കാണിച്ചു? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇൻസ്പെക്ടർ പണിയൊക്കെ സ്റ്റേഷനില്, അത് കഴിഞ്ഞ് ഇങ്ങ് വിട്ടേക്കണം. എന്ത് പറ്റി? ചേട്ടൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ഗോപിപ്പിള്ളയുടെ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് കഞ്ഞി കുടിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്? അയ്യോ അത് സാറ് കഞ്ഞി ഇല്ല ഇന്നലെ വന്നപ്പോഴത്തേക്ക് അല്പം കുറച്ച് കഴിച്ചോളല്ലോ. കുറച്ചൊന്നും അല്ല, ചേട്ടൻ പറഞ്ഞല്ലോ വയറ് നിറച്ച് കഞ്ഞി കഴിച്ചെന്ന്. ഇവിടെ വന്നിട്ട് ഒറ്റ ആഹാരം കഴിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ വെച്ച ആഹാരമൊക്കെ വേസ്റ്റായി. എന്നാ കഴിച്ചു തുടങ്ങി പിന്നെ ഞാൻ ശ്രദ്ധിച്ച് കാണൂല. ഗോപിപ്പിള്ളയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. സാർ എന്തിയാകത്ത്? ചേട്ടൻ അങ്ങോട്ട് പോയല്ലോ. അയ്യോ എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നന്നായി കുഞ്ഞ്. കുഞ്ഞ് അത്രയും പറഞ്ഞത് ആവശ്യമാണ്. പക്ഷെ ഇത് കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നെന്നാ എന്റെ അഭിപ്രായം. കുഞ്ഞ് ശ്രദ്ധിച്ചോ? കഞ്ഞിയെ പറ്റി പറഞ്ഞപ്പോ അവന്റെ ഒരു ഉരുളക്കം. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. സാറ് സൈക്കിൾ ഓടിക്കുന്നു, ഞാൻ പുറകിലാണ് ഇരിക്കുന്നത്. സാർ എത്ര വേഗത്തിൽ വേണമെങ്കിലും ഓടിച്ചോ, എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ ബ്രേക്ക് പിടിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയണം, അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്ന ഞാൻ തെറിച്ചു പോകത്തില്ലയോ? ഗോപിപ്പിള്ളയ്ക്ക് എന്ത് പറ്റുന്നായി പറയുന്നേ? ഞാൻ വീട് വെച്ചാ വരുന്നത്. എന്റെ വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചെന്നൊക്കെ സാറ് വീട്ടിൽ പോയി പറഞ്ഞ അക്കാര്യം എന്നോട് നേരത്തെ ഒന്ന് പറയണ്ടേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാൻ. ഞാനങ്ങോട്ട് ചെല്ലാനും ആ കൊച്ച് പോട്ടെ, ആ തള്ള ഒരു എന്ധ്യാനിയാ. അവരെന്റെ നേരെ ഒരു ചാട്ടം. എനിക്കാണെങ്കിൽ ഉരുളാനും വയ്യ കവരാനും വയ്യ. പിന്നെ ഒരു വിധം ഞാൻ ഒപ്പിച്ച് ഇറങ്ങി. ആ ഗോപിപ്പിള്ള കുറച്ചൊന്നുണ്ടോ? ഗോപിപ്പിള്ളല്ലേ എന്നോട് പറഞ്ഞ ലോഡി ഓട്ടാൻ? അത് ശരിയാ. ഈ വീഴ്ച ഞാൻ അങ്ങ് സഹിച്ചോളാം. എന്നാലും സാറിന്റെ കുടുംബത്തിലൊരു വലിയ വീഴ്ച ഒഴിവാക്കാവൻ. ഗുഡ് മോർണിംഗ് സബ് ഇൻസ്പെക്ടർ സാർ. താൻ കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? ഇനിയിപ്പോ ഇതിലേത് വേണമെന്നുള്ളതാണ് പ്രശ്നം. നിറം എന്താ? നിറം എന്താ ആളിന്റെ നിറം ഫെയറാ. എങ്കിൽ ഇത് നന്നായിരിക്കും. നന്നായിരിക്കും അല്ലേ? നന്നായിരിക്കും. കഴിക്കണം. എന്തെങ്കിലും ഒന്ന് വാങ്ങി പിള്ളേരെ സമയം കളയാതെ. നമസ്കാരം സാർ. ആ ആഹാ, കുട്ടന് നാള് നല്ല ഫോമിലാണല്ലോ. അത് പോട്ടെ, നല്ല ചേർച്ചയുണ്ടല്ലേ? പിന്നെ നല്ല ചേർച്ചയല്ലേ നിനക്കല്ല, നാണിയമ്മയ്ക്ക്. ആ പൂവും ആ പ്രായവും. ചേട്ടന്റെ ഒരു തമാശ. ഡേ ഇന്ന് വല്ലതും സംഭവിക്കൂടി? ഇങ്ങി തന്നെ. എന്തോന്ന് ഇങ്ങി തന്നെ, ചുമ്മാ കൊതിപ്പിക്കാതെ. ആ ഇതിപ്പം നാണിയമ്മ പറഞ്ഞ ശരിയായല്ലോടി. പൂവച്ചപ്പം നിനക്ക് ചില റിയാക്ഷൻസ്. എന്താ ഇത്? ഈ ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. നീ എന്താ വേണ്ടെന്ന് പറ. ഞാൻ ഉദ്ദേശിക്കുന്ന വല്ല കാര്യമാണെങ്കിൽ അത് ഇങ്ങനെ ചെടാ പിടിയൊന്നും പറ്റത്തില്ല. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സാരി എന്തിയേ? സാരി? ഓ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്റെ അടുത്ത് രാജമ്മ ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ സാരി വാങ്ങിക്കുന്നത് കണ്ടെന്ന്. ഓ അത് ശരി. അതിനിടയ്ക്ക് ന്യൂസ് ഞെത്തിയോ? ഞാൻ ആലോചിക്കുക, ഈ പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കരമാണല്ലോ. കുട്ട, ഈ സാരിയെ പറ്റി പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്.
എനിക്കിന്ന് പെട്ടെന്ന് തോന്നി നിനക്കൊരു സാരി വാങ്ങിക്കണം. ചെന്നു ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെ എടുത്തു. തപ്പി നോക്കിയപ്പം പോക്കറ്റ് ഉദ്ദേശിക്കുന്ന പോലെ കാശില്ല. കാശ് തികയത്തില്ല എന്ന് പറയാൻ ഇൻസ്പെക്ടർക്ക് സാധിക്കുമോ? ഒന്നങ്ങോട്ട് വരുന്നു. വൈഫിനോടൊന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് ചേട്ടാ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നു അറിഞ്ഞ ഉടനെ നിന്നോട് ആരാ പറഞ്ഞത് മധുരയ്ക്ക് ലോറി വെച്ച് പൂ വരുത്താൻ? സാരോ നാളെ വാങ്ങിക്കും. ചുമ്മാ. പല ആൾക്കാരുമായി സഹകരിക്കുന്നവരാ. ഇടയ്ക്ക് അലവും പിടിയൊന്ന് അഴിച്ച് പരിശോധിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ ചോദിക്കാൻ പോവാ. കുട്ടോ, ഉച്ചക്ക് മാമുണ്ണാൻ എന്തുവാടാ കറി? ഊതി കെട്ടിയല്ലേ രാവിലെ? എടി ഇപ്പോഴേ എവിടെ ഇങ്ങനെ ഇത്രയും മുഖം? രാവിലെ ഇതും കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണം. ഓരോ തലയിലെടുത്ത്. സാരി എവിടെ? സാരി എവിടെ? ഞാൻ പറഞ്ഞില്ലേ എന്നോട് സാരി വാങ്ങിച്ചിട്ടില്ല, ഇന്നേ വാങ്ങിക്കുള്ളൂ. അപ്പൊ ഇന്നലെ വാങ്ങിച്ച സാരി എവിടെ? അത് ആർക്ക് കൊടുത്തു? എനിക്കിപ്പോ അറിയണം. എടി ഞാൻ സാരി വാങ്ങിച്ചിട്ടില്ല. എന്തിനാ കള്ളം പറയുന്നത്? ഇതാ ബില്ല്. എനിക്ക് പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഓഹോ, അത് ശരി. രാവിലെ എണീറ്റ ഇപ്പൊ ആദ്യത്തെ പരിപാടി ഇതൊക്കെയല്ലേ? രാവിലെ പാന്റ് വെപ്പ്, ഷർട്ടിന്റെ പോക്കറ്റ് വെപ്പ്. ഞാൻ എന്താ സിയാടി വെട്ടാ മതി? നിന്നോളൊക്കെ പിടിച്ചേ. വിഷയം മാറ്റൊന്നും വേണ്ട. എനിക്കിപ്പോ അറിയണം. ആ സാരി എവിടെ? ഇന്നലെ വാങ്ങിച്ച സാരി എവിടെ? ഇപ്പൊ പറയാൻ മനസ്സിലെങ്കിലോ? അതെന്തോ ന്യായമാ? സാരി വാങ്ങിയത് ആർക്കാണെന്ന് ആ കൊച്ചി ചോദിച്ചപ്പോ സത്യം അങ്ങ് പറഞ്ഞൂടാ. ഭരണം വേണ്ട കേട്ടോ. അടുക്കള മണിക്ക് വന്നാലേ അവിടെ പണിയുണ്ടോ നോക്കണം. അവരോട് എങ്ങനെ തട്ടിക്കയറുന്നേ? തട്ടിക്കയറോടി. വീട്ടുകാരിക്ക് വരുന്നവര് ഇങ്ങനെയുള്ള അഭിപ്രായം കാര്യം. അവര് വീട്ടുകാലിക്ക് വന്നൊന്നുമല്ല. അവരെല്ലാം അറിയുന്ന സ്ത്രീയാ. എന്തറിയാം? നാണിയമ്മ എന്നോട് പറഞ്ഞതാ. പോലീസ് അവരുടെ സ്വഭാവമൊക്കെ ഒന്നാ. അവർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഓരോ ബന്ധമാണെന്ന്. അങ്ങനെയുള്ള ഏതോ ഒരുത്തിക്ക് ആ സാരി വാങ്ങിച്ചു കൊടുത്തത്. അയ്യോ, എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യായേ. ഞാൻ പോവാ. ഞാനും വരുന്നു നാണിയമ്മേ. ശോഭനെ, വേണ്ട. സാരിയുടെ കാര്യം പറയാതെ ഞാൻ വരത്തില്ല. അതൊരു വലിയ കഥയാടി, ഞാൻ പറയാം. വേണ്ട വേണ്ട, എനിക്ക് കഥയൊന്നും കേക്കണ്ട. സാരി വാങ്ങിച്ച ആർക്കാന്ന് പറയാതെ ഞാൻ ഇവിടെ താമസിക്കത്തില്ല. ശോഭനെ, ഞാൻ അങ്ങോട്ട് വരത്തില്ല. എന്നാ കാര്യം എന്നറിയണ്ടായോ? എന്നാ കാര്യമാടി? അവര് ഭാര്യയും ഭർത്താവുമ്പോ ഇങ്ങനെ അണങ്ങി പിണങ്ങിയൊക്കെ ഇരിക്കും. എന്നാലും നമ്മളും ഉണ്ടായിരുന്നാൽ എങ്ങനെയാ? ശോഭന പിണങ്ങിപ്പോയി. അങ്ങേരുതേ വാതിലും പൂട്ടി മിണ്ടാതിരിക്കുന്നു. ദേ ഒന്ന് പോയി ചോദിച്ചേ. അയൽവക്കയൽ എന്നാണെന്ന് അറിയണ്ടായോ? സമ്മതിക്കല. ഇതെന്നാ വിളിച്ച ബ്രെഡും ജാമും ഒക്കെ ആയിട്ട് ഇംഗ്ലീഷ് സ്റ്റൈൽ. വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? ഇന്നിങ്ങനാവാന്ന് കരുതി. വനിതാ പോലീസില്ലേ? ആ, അവള് വീട്ടിൽ പോയിരിക്കുക. സാധാരണഗതിയില് തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇന്നവള് സ്വല്പം ഇടഞ്ഞു പോയിരിക്കുക. കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ സ്വഭാവം അറിയാമല്ലോ. രാവിലെ ഒന്നും രണ്ടും പറഞ്ഞൊന്ന് പിണങ്ങി ഇറങ്ങിയൊരു പോക്കും പോയി. നാളെ ഇനി വരും. അല്ല, ഇണക്കവും പിണക്കവും ഒക്കെ എല്ലായിടത്തും ഉള്ളതാ. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എല്ലാം തീർന്നിരിക്കണം. ഈ കട്ടില് വിട്ടുള്ള കളി വേണ്ട. അയ്യോ തോമാ, ചെയ്ത് അങ്ങനൊന്നും ഇല്ലെന്നേ. അവള് നാളെ രാവിലെ ഞെത്തും. 24 മണിക്കൂറിനപ്പുറം എന്നെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തോമാച്ചൻ തോന്നുന്നുണ്ടോ? പിന്നെ അവൾ ആളൊരു ബഹളമാണ്. അല്ല, വന്നോട്ടെ, അതുകൊണ്ടല്ല. വന്നില്ലേ താൻ പോയി വിളിച്ചോണ്ട് വരണം. അത് പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു കേട്ടല്ലോ. ആ, പ്രിയപ്പെട്ട എന്റെ ചേട്ടന്, എന്നാലും ഞാൻ ഇറങ്ങിപ്പോകാൻ നേരത്ത് എന്നെ പിടിച്ചു നിർത്തേണ്ടതല്ലേ? ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ നാളെ വരുമെന്നാണ്. മറ്റു കാര്യങ്ങളൊന്നും അച്ഛനറിയില്ല. എനിക്ക് ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നാളെ തന്നെ വരണേ. അങ്കിൾ, ആന്റി എന്ന് വരും. വരും. എങ്ങനെയുണ്ട് പിള്ളേച്ചാ നമ്മുടെ ക്രിസ്ത്യാനി ചായ? കലക്കാൻ. ഞാനും മോളും കൂടെ തോമച്ച, ഞാൻ ഇന്നലെ പറഞ്ഞില്ല തോമച്ച അവള് വരുമെന്ന്. ആര്? ശോഭന. ഓ, വന്നോ?
വരുന്ന കണ്ടില്ലേ തള്ള, അവളുടെ പൈലറ്റ്. പക്ഷെ ഞാൻ എന്നീ തള്ളെ ഒന്ന് മൂപ്പിച്ചു വിടും. ചുമ്മാ ബഹളമൊന്നും ഉണ്ടായി. വെറുതെ ഇടുക തോമച്ച, ഈ ആസ്മാക്കളെ ആള് വിഷവിത്ത. തോമച്ചൻ ധൈര്യമായിട്ട് തവിട്ട് വയ്ക്കോ, ഞാനിത് മാനുവേട്ടൻ കയറി താൻ വെറുതെ. ഇല്ലെന്നേ തോമച്ച. എന്താ രാവിലെ എന്തു പറ്റി? അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ. ആ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ല. നിങ്ങളുടെ ഈ വർത്തമാനത്തിന്റെ രീതിയെ ശരിയല്ല. ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്? അവിടെ ചെവിക്ക് താഴെ ഇരുന്ന് സ്ക്രൂ ചെയ്യുന്ന നേരം ഉണ്ടെങ്കിൽ പല നല്ല കാര്യം പറഞ്ഞു കൊടുത്തൂടെ? അതിന് കൊച്ചിന്റെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ ആരുടെ ഭാഗത്ത് തെറ്റ്? എന്റെ ഭാഗത്താ? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് രാവിലെ അണ്ടസെറ്റ് ഇവിടെ തന്നെ ഇരുന്നത്. ഇന്നലെ അങ്ങോട്ട് ചെന്നപ്പോ മനസ്സിലായില്ലേ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്? അതുകൊണ്ടായിരിക്കും രാവിലെ കൊണ്ട് കെട്ടിയെടുത്തത് നാണമില്ലാതെ. ഞാൻ വന്ന അതിനൊന്നും അല്ല. കൊച്ചിന്റെ ഉടുപ്പെടുത്തോണ്ട് പോവാനാ. ഉടുപ്പോ? ആരുടുപ്പ്? കൊച്ചിന്റെ. ഇത് അവൾ പറഞ്ഞതോ അവളുടെ അച്ഛൻ പ്ലാൻ ചെയ്തതോ അതോ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയതോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞു, ഞാൻ വന്നു. അത് ശരി, എടുത്തോണ്ട് പോണം. ഒന്നങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എടുക്കാൻ പോവാ.